ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വിപ്പിംഗ് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ടിന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ലെയറായിട്ട് കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിന് മുമ്പായി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം തന്നെ ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ വലിയ പാടൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ പറ്റുന്നവർ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നോട്ടിഫിക്കേഷൻ പ്രോബ്ലം ഉണ്ട്, കിട്ടുന്നില്ല എന്നുള്ളവർ ചെയ്യേണ്ടത് ഇപ്പം തന്നെ സുമീസ് ടേസ്റ്റി കിച്ചൻ അല്ലെങ്കിൽ സുമീസ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ പോലും എൻ്റെ ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ടൊരു 2-3 വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ മുതൽ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാന് ഡ്രൈ ആയിരിക്കണം, നനവൊന്നും കാണരുത്. ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയ ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര ഞാനൊന്ന് കാരമൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാര ഒരു 30 സെക്കൻഡോളം ഒന്ന് ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഇടാം. ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ തന്നെ ഇതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ മെൽറ്റായി വരാൻ തുടങ്ങിയെന്ന് കണ്ടാൽ ഉടനെ തന്നെ തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. ഒരുപാട് അങ്ങിട്ട് ഇളക്കരുത്, മെല്ലെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് മെൽറ്റായി വരും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ക്യാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് തന്നെ വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാനൊരു 1/4 കപ്പ് പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫുള്ളായിട്ട് ഇതിൽ വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടറും അതുപോലെ 1/2 കപ്പ് പാലും വേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് ഇത്രയൊന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കറക്റ്റ് 1/2 കപ്പ് പാലാണ് നമ്മൾ ഫുള്ളായിട്ട് ഇതിൽ ചേർത്തത്. എല്ലാം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്കൊരു കേക്ക് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പം നല്ല ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക. ഈ ബൗളിലേക്ക് 4 മുട്ട ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ വാനില പൗഡർ കൂടി കേക്കിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ വാനില പൗഡർ ഇല്ല എന്നുള്ളവർ വാനില എസൻസ് മാത്രം ചേർത്താൽ മതിയാവും. 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ട്, ഞാൻ ഒരുപാട് ദിവസമായി മേടിച്ചിട്ട് വെറുതെ വെച്ചേക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചേർക്കുകയാണ്. നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വാനില പൗഡർ ചേർത്തു. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. ആദ്യം ലോ സ്പീഡിൽ കുറച്ച് നേരം ബീറ്റ് ചെയ്യുക. മെല്ലെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര കുറേശ്ശെ ചേർത്ത് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ നല്ലപോലെ സ്റ്റിഫായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ വിനാഗിരിയാണ്. നാരങ്ങാനീരാണെങ്കിലും നല്ലതാണ്, മുട്ടയുടെ സ്മെല്ല് ഒട്ടും അടിക്കില്ല. ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് പാല് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഓയിലും ചേർത്തിട്ടുണ്ട്. അളവ് ഞാൻ പറയാം കേട്ടോ എത്രയാണ് ചേർത്തതെന്ന്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് പറയാം ഇത് എത്രയാണ് മിക്സ് ചെയ്തത് എന്ന്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി വാനില എസൻസ് കൂടി ചേർക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.25 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് അരിച്ചെടുത്ത് ഞാൻ നേരത്തെ തന്നെ വച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ വീണ്ടും കുറച്ച് പാല് ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഞാൻ ഇതിലേക്ക് ചേർത്തതെന്ന് വെച്ചാൽ കറക്റ്റ് ഒരു 1/4 കപ്പ് പാലാണ്. ഓയിൽ ചേർത്തത് ഒരു 4 ടേബിൾ സ്പൂൺ ആണ്. 1/4 കപ്പോളം പാല് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് പാല് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ചേർത്താലും മതി. അപ്പോൾ കറക്റ്റ് 1/4 കപ്പ് പാല് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റ് ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ കൊടുത്തിരിക്കാം. അടുത്തത് ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് കുറച്ച്, അതായത് കേക്കിൻ്റെ ബാറ്റർ ഇപ്പോൾ റെഡിയാക്കി വെച്ചതിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ ലെയർ പോലെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് ഒഴിക്കാൻ പാടില്ല, കാരണം ഇത് ഒന്നും കൂടെ ഒന്ന് പൊന്തി വരുമല്ലോ. അതുകൊണ്ട് ഇത്രയും തന്നെ മതിയാവും. എന്നിട്ട് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് ഫുള്ളാക്കി അങ്ങ് ഇതുപോലെ എടുക്കുക. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. അതുപോലെ കേക്കിൻ്റെ ബാറ്ററി നിങ്ങൾ അടച്ച് തന്നെ വെക്കുക. നിങ്ങൾ പ്രത്യേകിച്ച് ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല. അപ്പോൾ നന്നായിട്ട് 5 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പാനിലേക്കാണ് നമ്മളിനി കേക്ക് വെച്ച് ബേക്ക് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഈ കേക്ക് റെഡിയായിട്ട് കിട്ടും.
അപ്പോൾ അതേ കേക്ക് റെഡിയായി കണ്ടോ, ഇത്രയും ഒന്ന് വെന്ത് വരണം, അത്രേ ഉള്ളൂ. ഇനിയും ഇതിരുന്ന് വെന്ത് വരുമല്ലോ, അതുകൊണ്ട് ഈ ഒരു പരുവം മതിയായിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കൊക്കോ പൗഡർ ഇതിൻ്റെ ചുറ്റാകിരി ഇതുപോലെ അങ്ങ് എല്ലായിടവും അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സൊക്കെയാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ഇട്ടാൽ മതിയാവും. നട്ട്സ് ഇട്ടാൽ കുറച്ചുകൂടി നല്ലൊരു ഇത് കിട്ടുമല്ലോ, ഒന്ന് കടിക്കാൻ കിട്ടും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അടുത്ത ലെയർ കേക്ക് ബാറ്റർ ഒഴിക്കണം. കേക്ക് ബാറ്റർ നിങ്ങൾ ഇളക്കി കൊടുക്കാതെ വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്, ഇളക്കി കൊടുക്കരുത്, അല്ലാതെ ഇതുപോലെ എടുത്തിട്ട് ഒഴിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ എയർ ബബിൾസ് പോകുന്നൊന്നും പേടിക്കേണ്ട. ഇത് നമ്മൾ കേക്ക് ഫുള്ള് ബേക്ക് ആവുന്നവരെ ഇത് നല്ലപോലെ ഇരിക്കും ഈ ഒരു കേക്ക് ബാറ്റർ. അതാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഈ ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എടുത്ത് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കേക്ക് ബാറ്റർ ഒഴിച്ചു. ഇനി നമുക്ക് വീണ്ടും ഇത് ബേക്ക് ചെയ്യണം. വീണ്ടും കൊക്കോ പൗഡർ നട്ട്സ് ഇട്ട് എടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ച് വീണ്ടും ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്യുക. ഈ ഒരു രീതിയിൽ ഇത് ഫുള്ള് ബേക്ക് ചെയ്തെടുക്കണം, മനസ്സിലായില്ലേ? വീണ്ടും 15 മിനിറ്റ് വെച്ചു, ഞാൻ എടുത്തു. വീണ്ടും കൊക്കോ പൗഡർ ഇട്ടു, നട്ട്സ് ഇട്ടു. ഇനി കേക്ക് ബാറ്റർ ഒഴിക്കുക, വീണ്ടും 15 മിനിറ്റ് ബേക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ എല്ലാ തട്ടും ഞാൻ അറേഞ്ച് ചെയ്ത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയ ഒരു കേക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഒരു നൈഫോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ വിട്ടിട്ട് കേക്ക് നമുക്ക് പുറത്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കുക. കേക്ക് നല്ല സൂപ്പർ സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ആ ഒരു ലെയറായിട്ടാണ് വന്നേക്കുന്നത്. ഇടയ്ക്ക് കൊക്കോ പൗഡർ എന്ന നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഭയങ്കര സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ, കേക്ക് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ക്യാരമൽ ഞാൻ ചൂടാറിയപ്പോൾ ഭയങ്കര കുറച്ചൊന്ന് കട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയപ്പോൾ അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി ആയി. അപ്പം ആണ് ഞാനിതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പി തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ക്യാരമൽ വേണ്ട, വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തും എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.